എത്ര പെട്ടെന്ന് നേരം വെളുത്ത ബ്രദറെ പള്ളിയിൽ 1 മണി അടിച്ച് വാ വ്യായാമം ചെയ്യാം. എനിക്കും കൂടെ വേണ്ടി ബ്രദർ ചെയ്താൽ മതി. ആ നാളെ എൻ്റെ ബ്രദർ ചെയ്തോളണം കേട്ടോ. ഈശോയെ മസിലൊക്കെ പെരുത്തു വരണേ. എൻ്റെ അമ്മയെ മോനം കൂടിയ ഇതെനിക്ക് ബ്രദറിന് ഏതുണ്ടി എളുപ്പം കാലത്ത് ഇതുവരെ ഉറങ്ങിയില്ലേ? വിജയാഘോഷമായിരിക്കും അല്ലേ? മനസ്സിലായില്ല. നിങ്ങളാണല്ലേ ജോൺ സാമുവലിന്റെ സ്പോൺസേഴ്സ്? അതെ, നമ്മളാരാ? ഞാൻ ഐസക്, ഇത് ആൽബർട്ട്. കുറച്ച് കുഴപ്പക്കാരാ. ഓഹോ, എന്നാ പിന്നെ കുഴപ്പക്കാരി ചെയ്യില്ലേ, കിടക്കണമായിരുന്നു. ഇവിടെ കിടന്നു, പക്ഷേ ഇനി അവിടെ കയറി കിടക്കാൻ നോക്കരുത്. ആ ജോണിന്റെ വീട്ടിലേ. അല്ല, അങ്ങനെ കേട്ടു. 2 പെങ്കൊച്ചുങ്ങളുള്ള വീടാത്. അവരാണെങ്കിൽ ചിലപ്പോ ഞങ്ങളുടെ വീട്ടിലേക്ക് വരാനുള്ളതാ. ഇറങ്ങി പോടാ അവിടുന്ന്. നീക്കെന്താ ഭീഷണിപ്പെടുത്ത? ഏയ്, അവന്മാരാണ് ബ്രദറെ. ഏത് നമ്മുടെ ജോൺ സാറിന്റെ മക്കളെ പൊക്കാൻ നടക്കണ അല്ലേ? മറ്റവൻ പറഞ്ഞ ഗജപോക്കറികള് പറഞ്ഞുണ്ടല്ലോ. ഏയ്, ഇവന്മാരെ നമ്മൾ ഉണ്ടാക്കുന്നു. ഉറങ്ങും. എന്താടാ ഞാടെ ബ്രദറിനെ കണ്ടപ്പോ കണ്ണ് തള്ളിപ്പോയാ? ഇല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണെന്ന് കരുതിയ. ഞാൻ ഒറ്റക്ക് മതിയാടാ. വേടാ. സോറി, അത് പേര് ബ്രദറിന്റെ പേരാ രജനീകാന്ത്. സ്റ്റൈല് കണ്ടില്ലേ? ഓടാപ്പ പോടാപ്പ ഓടാപ്പ. ആളും കുടിച്ച് കണ്ണും കാണാൻ ബ്രദർ വാ. എന്താ ഏട്ടാ, എന്താ പ്രശ്നം? ഏയ് ഒന്നുമില്ല. എന്താ സാറേ, വണ്ടി റിപ്പയറിംഗ് ആയോ? വണ്ടിയൊക്കെ കണ്ടീഷനാ, ഒരൊറ്റ കുഴപ്പമേ ഉള്ളൂ, സ്റ്റാർട്ട് ആയില്ല. ഓ, ഇതെന്താണോ വണ്ടിയില്? ഏയ്, അത്യാവശ്യം ഡ്രസ്സും സാധനമൊക്കെ എത്തി സാറേ. ഇത് കുറെ ഉണ്ടല്ലോ. ഇതിന്റെ 4 ഇരട്ടി ഉണ്ടായിരുന്നു. ഒക്കെ പാവങ്ങൾ കൊടുത്തു ഫ്രീ ആയിട്ട്. ഡൊണേഷന്. വാ വാ വാ. നിങ്ങൾ അവിടെ നിൽക്കുകയാണോ? വാ, ഇനി ഞാനല്ല നിങ്ങളെ വീട്ടിലേക്ക് ക്ഷണിച്ച് കയറ്റേണ്ടത്, നിങ്ങൾ എന്നെയാ. വീടിന്റെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ അങ്ങ് നടത്തി. ദാ. എന്തിനാ സാറേ ഇത്? ഇതൊക്കെ പിന്നീട് മതിയെന്ന് പറഞ്ഞിരുന്നതല്ലേ? ഒന്നും വെച്ച് നീട്ടിക്കൂടാ. കഴിഞ്ഞ 10 വർഷത്തിനിപ്പുറം ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ദിവസമാണെന്ന്. എന്റെ അപ്പൂപ്പന്മാരായി നടത്തിക്കൊണ്ടിരുന്ന ആശുപത്രി, സാമുവൽസ് ഹോസ്പിറ്റൽ, ചില ബാധ്യതകൾ വന്നപ്പോൾ സർക്കാർ അത് ഏറ്റെടുത്തു. ഇപ്പോ 5 കൊല്ലം കൂടുമ്പോൾ എക്സിക്യൂട്ടർ ആ ആശുപത്രി ലേലത്തിന് വെക്കും. അത് ലീസിനെടുക്കണം, നല്ല രീതിയിൽ നടത്തണം എന്നൊക്കെ വലിയ ആശയായിരുന്നു. പക്ഷേ ഇതുവരെ കഴിഞ്ഞില്ല. ഓരോ തവണയും അവന്മാർ ലേലത്തിന് വിളിച്ചെടുക്കും. ആ ആൽബർട്ടും ഐസക്കും ഒരെണ്ണം അടിക്കുന്ന ഒരു ചെറുത്. അയ്യോ, വേണ്ട വേണ്ട. ആശുപത്രി അവർക്ക് വെറും ഒരു മറ, അവരുടെ കൊള്ളരുതായ്മകൾക്ക് സുരക്ഷിതമായൊരു മറ. ഇന്ന് അതെന്റെ കയ്യിലാണ്. അതിന് കാരണക്കാര് നിങ്ങളാണ്. നിങ്ങൾ തന്ന പണം കൊണ്ടാണ് ഞാനത് തിരിച്ചു പിടിച്ചത്. താങ്ക് യു. സാറെന്താ ഈ പറയുന്നത്? നന്ദി പറയാൻ ഞങ്ങൾ അന്യന്മാരൊന്നും അല്ലല്ലോ. കുറെ കാലമായി ഇങ്ങനെ കഴിച്ചിട്ട്. അധികം കഴിക്കരുതെന്നാണ് ഡോക്ടർ മക്കൾ ഈ പപ്പയോട് പറഞ്ഞിരിക്കുന്നത്. ഏയ്, ഡോക്ടർമാർ അങ്ങനെ പലതും പറയും. ഇതൊക്കെയല്ലേ ഒരു കോളേജ് ലൈഫ്, ഇല്ല ബ്രദറെ? ഏയ് പപ്പ, ആരോഗ്യം നോക്കണം. പപ്പ വിളി കേൾക്കാനൊരു സുഖമുണ്ട്. പക്ഷേ എനിക്കത്ര പ്രായമൊന്നും ആയിട്ടില്ലടോ. പ്രത്യേകിച്ച് മെറ്റബോളിക് ഏജ് വെറും 35. ഇതാ കണ്ടോ, ഞാൻ പഴയ ജിംനാസ്റ്റാ, പിന്നെ ഒരു ഫ്രീ സ്റ്റൈൽ ബോക്സർ. എനിക്ക് നല്ല പ്രായത്തിൽ അതിന് കിട്ടിയ ട്രോഫികളാണ് ഇതൊക്കെ. സത്യം. എന്താടോ ഒരു ബോക്സിംഗ് മോശക്കാരിയാ? അത് വലിയൊരു കലയാടോ. അതല്ല പപ്പ, ഞങ്ങളും ഈ ലൈനിൽ തന്നെയാ. ബോക്സിംഗ് സത്യം. അയ്യോ സാറേ, കോബ്രാന്ന് കേട്ടിട്ടില്ലേ? കോബ്രാന്ന് കേട്ടാ ഡൽഹി വിറയ്ക്കും. കോബ്രകൾ. സോറി, കോബ്രകൾ. ഇവർക്ക് ബോക്സിംഗിൽ കിട്ടിയ സമ്മാനങ്ങൾക്കും പൊരിഞ്ഞ ഇടിക്കും യാതൊരു കണക്കൂല. ഇടി കിട്ടിയൊന്നു ആർക്ക്? ഒന്ന് പോരാ ഇടുന്നു.
ഇടി കിട്ടണ അത്ര മോശപ്പെട്ട കാര്യമൊന്നും അല്ലടോ. 2 കിട്ടിയാലേ കൊടുക്കാൻ ഒരു സുഖമുള്ളൂ. അപ്പൊ നിങ്ങൾ പറഞ്ഞു വന്നപ്പോ അമ്മായിയപ്പനും മരുമക്കളുമായി. അപ്പൊ cheers.